ഒരു ക്രിസ്മസൊക്കെ എത്തിക്കഴിഞ്ഞു. ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഒരുങ്ങിയ കടയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി. പുത്തമ്പള്ളിയുടെ അടുത്ത്, തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്ത്. ഈ ഷോപ്പിൻ്റെ പേര് കേരള ഡോൾ ഹൗസ് എന്നാണ് കേട്ടോ. ഇവിടെ ഒരുവിധം എല്ലാ ഐറ്റംസും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കടേൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ കണ്ട വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ. ഇപ്രാവശ്യം മാനൊക്കെ എത്തിക്കഴിഞ്ഞു. അതായത് ക്രിസ്മസ് ട്രീൻ്റെ വേറൊരു കളറ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. എന്നുവെച്ചാൽ ഇപ്രാവശ്യം ഒത്തിരി വെറൈറ്റി, നമ്മൾ വേറെ ഷോപ്പിൽ പോയപ്പോൾ ഒന്നും ഇത്ര കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒത്തിരി വെറൈറ്റീസുകൾ കണ്ടു. അപ്പോൾ എന്തായാലും ഈ ഷോപ്പ് നിങ്ങൾ മിസ് ചെയ്യണ്ട. പുത്തമ്പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ മറ്റു കടകളിൽ പോയതിനെക്കാട്ടും എനിക്ക് വിലയും കുറച്ചൊരു കുറവ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ മറ്റു കടകളിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കാണാത്തൊരു ഐറ്റംസ്. അപ്പൂപ്പന്മാർ എത്തിയിട്ടുണ്ട്. സോ ഈ പ്രാവശ്യത്തെ വെറൈറ്റി വേറെ കുറച്ച് അപ്പൂപ്പന്മാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. മാലാഖമാർ, വെറൈറ്റി മാലാഖമാരൊക്കെ ഉണ്ട്. കളേഴ്സ് ബോൾസുകളും വേറെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ വേറൊരു മാലാഖേനെ കണ്ട നമ്മൾ, അതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം ഉണ്ട്. നമുക്ക് ഇത്ര സെക്കൻഡ്സിനുള്ളിൽ കഴിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. ഇതിനൊന്നും അധികം പ്രൈസ് പറയുന്നില്ല, വളരെ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ. അത് നമ്മൾ ഒത്തിരി എടുക്കുവാണെങ്കിൽ എന്തായാലും കുറച്ചും കൂടെ കുറച്ച് തരും തോന്നുന്നു. പിന്നെ കണ്ടതാ ഇതിനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. ഉൾക്കൂടുകൾ സെറ്റായിട്ട് വരുന്നതാണ്. സോ ഇതൊക്കെ ഞാനില്ലേ വില ഞാൻ ജസ്റ്റ് പറയുന്നില്ല. പക്ഷേ വേറെ മറ്റ് കടകളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എത്രയോ വ്യത്യാസമുണ്ട് ഇവിടെ. ഇതിന് 8,500. ഇതിന് അത്രേ വരുന്നുള്ളൂ, 8,000 വരുന്നുള്ളൂ. ഇതിന് 12,000 ഇതാ. പക്ഷെ ഞാൻ ഇങ്ങനെ അത് കണ്ട നീന ഏതോ ഒന്ന് എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത്ര സ്ലോയിൽ പോയാൽ ഇവിടെ തീരില്ല, അത്രമാത്രം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ട മുകളിലൊക്കെ കണ്ട വെറൈറ്റികൾ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തായാലും നീന ഓരോന്ന് എടുത്തിട്ട് വരുന്നുണ്ട്. പപ്പ അതേ സ്പീഡിൽ കൊണ്ട് കളയാൻ പറയുന്നത്. അവിടെ ഒരു ചേട്ടൻ കാര്യമായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കുട്ടികൾ എന്തായാലും നമുക്ക് തീരില്ല, അതുകൊണ്ട് അത്രയും പെട്ടെന്ന് കാണിച്ചുകൊണ്ട് പോണത്. അത്രയും ഐറ്റംസ് പറഞ്ഞതാണ്. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഒരു വെറൈറ്റികൾ കാണുന്നുണ്ട്. വേറെ ഈ അപ്പൂപ്പനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്ന് കാണിച്ചു തരാവേ. ഇതാ കണ്ട ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഒത്തിരി പറഞ്ഞതാ. കുറേ ഇങ്ങനത്തെ ലെറ്റേഴ്സുകളും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. എന്നാലും നമുക്ക് ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കാണിച്ച് തീർക്കാൻ പറ്റില്ല. ഇവർ സ്റ്റാർ കണ്ടോ, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും ഹോൾസെയിൽ കടയാണേ. നമുക്ക് റീറ്റെയിലായിട്ട് ഇവർ തരുന്നുണ്ട്. ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും ഐറ്റംസ്. എല്ലാ കടകളിലേക്കും പോകാൻ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഒരു ഇതിന് നല്ല രസം. ലൈറ്റൊക്കെ ഉള്ള ലൈറ്റല്ല, അത് ബാക്കത്തെ ലൈറ്റാണ്. സോറി കേട്ടോ, ഇവിടെ ഇങ്ങനെ തെറ്റിക്കാം. നമുക്ക് എന്ത് രസമാണ് കാണാൻ. അതാ നീന ഓരോന്ന് എടുത്തെടുത്ത് വരുന്നുണ്ട്. നീനെ നമുക്ക് ഓടിപ്പിക്കാം. ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ ഫുള്ളായിട്ട് നിൽക്കുക. ഇത് ക്രിസ്മസ് ട്രീ ആണ്, പക്ഷെ അതൊക്കെ ലൈറ്റ് ഉള്ളതാണ് കേട്ടോ. ഇതൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല. അവർ പറഞ്ഞു ഇപ്പം കണ്ടോളൂ, ഇതൊക്കെ പെട്ടെന്ന് ഇപ്പോൾ പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ഫുള്ളും അത് തന്നെയാണ് കേട്ടോ. ഒത്തിരി ഉണ്ട് ക്രിസ്മസ് ട്രീകൾ. നമ്മൾ പുറത്ത് കണ്ടു. പിന്നെ ഇവിടെ വെറൈറ്റികൾ വേറെ വെറൈറ്റികളൊക്കെ ഉണ്ട്. കളർഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇതവിടെ കണ്ടോ, ഇതൊക്കെ സെല്ലിങ്ങിനുള്ളതാട്ടോ. ഇതൊന്നും അവർ ശരിക്കും അത് പൊട്ടിച്ചിട്ട് വെച്ചിട്ട് പോലും ഇല്ല. കണ്ടോ, ഇവിടുന്ന് അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി കണ്ടോ. ആ ചേട്ടൻ ചേട്ടൻ കുറേ നേരം ഒതുക്കി നിൽക്കുന്നുണ്ട്. ഒത്തിരി ഉണ്ട്.
ശരി കേട്ടോ. എന്തായാലും ഷോപ്പിൻ്റെ പേര് എവിടെ ഉണ്ട്, ഇതാണ്. എന്തായാലും ഷോപ്പിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട കേട്ടോ. കേരള ഡോൾ ഹൗസിലേട്ടാ. കേരള ഡോൾ ഹൗസ് എന്നാ പേര്. ഇവർ തന്നെ ഫ്രണ്ടിൽ ടോയ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. ബർത്ത്ഡേൻ്റെ ഐറ്റംസും ഉണ്ട്, സൈക്കിൾ അങ്ങനത്തെ ഒക്കെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ മാത്രം അല്ലേ, കൊടകളെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഐറ്റം ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ തോന്നുന്നുണ്ടല്ലേ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കെല്ലാം. ഇത് കണ്ടത് നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും എല്ലാവരും മറക്കണ്ട കേട്ടോ. പുത്തമ്പള്ളീൻ്റെ തൊട്ടടുത്താണ്. പുത്തമ്പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് 2 ഷോപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ. ഓക്കെ എന്നാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.